Hello everyone, welcome to High Top Education. I am Nandana. I am feeling with +2 in iOS Mathematics. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 21ാമത്തെ ലെസൺ ആയിട്ടുള്ള ഡിറ്റർമിനൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഡിറ്റർമിനൻസ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിൽ പറയാൻ പോകുന്നത് ഡിറ്റർമിനൻസിന്റെ ഓർഡർ, ഡിറ്റർമിനൻസ് കാണാൻ വേണ്ടിയിട്ട് മെട്രിക്സുള്ള ഡിറ്റർമിനൻസ് എങ്ങനെ കാണാം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ ആ മെട്രിക്സിന് എന്തുണ്ടായിരിക്കണം? ആ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതായത് 2x2 3x3 അങ്ങനെ 4x4 5x5 അങ്ങനെ വന്ന മെട്രിക്സുകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിറ്റർമിനൻസ് കാണാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ച കാര്യമാണ്, ഓർഡർ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ സ്ക്വയർ മെട്രിക്സുകളുടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിറ്റർമിനൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർഡർ 2ഉം ഓർഡർ 3 നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇപ്പൊ നമുക്കൊരു എലമെന്റ് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ A1 A2 B1 B2 ഡിറ്റർമിനൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ലൈൻസിന്റെ ഉള്ളിലായിരിക്കും. മെട്രിക്സ് നമ്മൾ പൊതുവെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. ഡിറ്റർമിനൻസ് കാണാൻ രണ്ട് ലൈൻസിന്റെ ഉള്ളിലായിരിക്കും തന്നിട്ട് കാണാൻ പറയുമായിരിക്കും. അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് എന്ന് ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈൻ. ഇതും ഡിറ്റർമിനന്റ് ആണ്. ഇതും എന്താണ്, ഡിറ്റർമിനന്റ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ 4 എലമെന്റ്സ് സ്ക്വയർ ഓർഡർ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 റോയും 2 കോളവും ആയിരിക്കും ഉണ്ടായിരിക്കാം. A1 A2 B1 B2 ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഡിറ്റർമിനന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ അതിനുള്ള ഒരു കോഡാണ് ക്രോസ് കരോ സബ്സ്ട്രാക്ട് കരോ എന്നുള്ളത്. കരോ എന്നുള്ളത്. ഓക്കെ, അതായത് ക്രോസിലുള്ള എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവരെ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ ഇത് നോക്കിക്കേ, A1 B2 ക്രോസ് എലമെന്റ്സ് ആണ്, A2 B1 ക്രോസ് എലമെന്റ്സ് ആണ്. അപ്പൊ അവർ രണ്ടാളെയും ക്രോസ് ചെയ്തു, A1 × B2 A2 × B1 ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് കിട്ടും. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടാണ് A മെട്രിക്സ് 2 5 3 1. ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാണുമ്പോ ഇങ്ങനെ കാണണം, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു എന്തായിരിക്കും, 2 5 3 1 ആണ് അല്ലെ. 3 1 ആണ്, സോറി, ലൈൻ ആണ് വരാം. 2 5 3 1. അപ്പൊ എന്ത് ചെയ്യണം, ക്രോസ് കരോ എന്ന് പറയുമ്പോൾ ക്രോസ് എലമെന്റ്സ് ഏതൊക്കെയാ, 2 × 1, പിന്നെ ഏതാ ക്രോസ് എലമെന്റ്, 5 × 3. ക്രോസ് കരോ, ക്രോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം, രണ്ടും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 2 × 1 എന്ന് പറയുന്നത് എത്രയാ, 2 × 1 എന്ന് പറയുന്നത് 2 ആണ്. മൈനസ് 5 മൈനസ് അല്ല 5 ആണ്. 5 × 3 എന്ന് പറയുന്നത് എത്രയാ, 15 ആണ്. അപ്പൊ 2 - 15 എത്ര കിട്ടും നമുക്ക്, -13 കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് കാണാനുള്ള കോഡാണ് ക്രോസ് കർവ് സബ്സ്ട്രാക്ട് കർവ് എന്നുള്ളത്. അതായത് നമുക്ക് 4 എലമെന്റ്സ് ആണ് ഉണ്ടാവുക അതില്ലേ. അപ്പൊ ക്രോസ് ഉള്ള 2 എലമെന്റ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവർ തമ്മിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ 3 ആണെങ്കിലോ, ഓർഡർ 3 ആവുമ്പോൾ എന്തായിരിക്കും, 3 റോസും 3 കോളംസും ആണ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ഡിറ്റർമിനന്റ് കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതെങ്കിലും ഒരു റോനെ ഫിക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോനെ ഫിക്സ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് റോനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് എലമെന്റ് എടുക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് എലമെന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോനെയും കോളത്തിനെയും ഒഴിവാക്കും. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോ ഏതാണ്, ഇതാണ് റോ, ഇതാണ് ആ കോളം അല്ലെ. അപ്പൊ അത് രണ്ടും ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഡിറ്റർമിനന്റ് കാണാൻ ഇൻറ്റു എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. അപ്പൊ നോക്കിക്കേ, ഡിറ്റർമിനന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്, ഡിറ്റർമിനന്റ് ആണ് എന്തൊക്കെയാണുള്ള A11 എടുത്തു. അപ്പൊ ഇൻറ്റു അതുള്ള റോയും കോളം ഒഴിവാക്കിയപ്പോ ബാക്കി ആരാളത്, A22 A23 A32 A33. അതൊരു ഓർഡർ 2 ആയിട്ട് എഴുതി. പ്ലസ് ഇനി അടുത്ത് നമ്മൾ A12 എടുക്കുന്ന സമയത്ത്, ഇതാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനെ എന്താക്കിയിട്ട് എടുക്കണം, നമ്മൾ -1 ആയിട്ട് എടുക്കണം. മാത്രം നമ്മൾ എന്തായിട്ട് എടുക്കണം, -1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് അതിന്റെ നെഗറ്റീവ് സൈൻ എടുക്കണം. അപ്പോൾ നെഗറ്റീവ് സംഖ്യാൻസിന് അതിന്റെ പോസിറ്റീവ് എടുക്കണം, പോസിറ്റീവ് സംഖ്യാൻസിന് അതിന്റെ നെഗറ്റീവ് എടുക്കണം. അപ്പൊ -1 × A12. അപ്പൊ A12 ഉള്ള റോയും കോളം ഏതാണ്, ഇതാണ്
കോളം, ഇതാണ് കോളം, ഇതാണ് റോ. അപ്പൊ ബാക്കി ആരാളുള്ള A21, A23, A31, A33. അതേപോലെ പ്ലസ് അടുത്തത് A13 എടുക്കുന്ന സമയത്ത് ആരാണ് ബാക്കിയുള്ളത്? ഇതും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാളത്? A21, A22, A31, A32. ഇത്രയും ആൾക്കാരാണ് ബാക്കിയുള്ളത്. അപ്പൊ ഇവരെ ഡിറ്റർമിനന്റ് നമുക്ക് കാണാൻ അറിയാം. അത് കണ്ടിട്ട് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3x3 മെട്രിക്സിന്റെ എന്ത് കാണാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ചെങ്കിൽ എവിടെ എക്സാമ്പിൾ ആണ്, നമ്മളൊരു ഡിറ്റർമിനന്റ് കാണാൻ പോവാണ്. ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് 1, 2, 3, 2, 4, 1, 3, 2, 5. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ റോനെയാണ് എടുക്കണേ അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ 1നെ എടുക്കുമ്പോ 1 ഉള്ള റോയും കോളും ഏതാ? ഇതാണ് അല്ലെ? അപ്പൊ അത് ഒഴിവാക്കണം. അപ്പൊ 1, 2 ആരാണ്? നമുക്ക് ആ ഒരു റോയും കോളത്തിന് എടുക്കാം. 4, 1, 2, 5 പ്ലസ് മൈനസ് 1 ഇൻറ്റു അടുത്തെടുക്കണേ 2. 2നെ എടുത്തു കഴിഞ്ഞാൽ 2നെ ഒഴിവാക്കി 2 ഉള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാളുള്ളത്? 2, 1, 3, 5. അടുത്തത് പ്ലസ് 3 ഇൻറ്റു അതുള്ള റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ആരാളുള്ളത്? 2, 4, 3, 2. ഓക്കെ, ഇനി നമുക്ക് കണ്ടുകൂടെ? 1 ഇൻറ്റു ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ക്രോസ് കരോ സബ്സ്ട്രാക്ട് കരോ? ക്രോസ് ചെയ്യാനുള്ളത് ആരൊക്കെയാ? 4 ഇൻറ്റു 5 പിന്നെ ആരാ? 1 ഇൻറ്റു 2 രണ്ടിനും കൂടി സബ്സ്ട്രാക്ട് ചെയ്യുക. പ്ലസ് മൈനസ് 1 ഇൻറ്റു 2 -2. ആ -2 അങ്ങനെ നിർത്തി. ബാക്കി ഇതിലാരാ ക്രോസ് ചെയ്യേണ്ടത്? 2 ഇൻറ്റു 5 അല്ലെ? 2 ഇൻറ്റു 5 3 ഇൻറ്റു 1 മൈനസ് പ്ലസ് 3 ഇൻറ്റു ഇതിലാരാ? 2 ഇൻറ്റു 2 4 ഇൻറ്റു 3. ഇവരെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ കാണുമ്പോൾ എങ്ങനെ കിട്ടും? 1 ഇൻറ്റു 4 ഇൻറ്റു 5 20 മൈനസ് 1 ഇൻറ്റു 2 2 പ്ലസ് മൈനസ് 2നെ അവിടെ നിർത്തി. ബാക്കി 2 ഇൻറ്റു 5 10 മൈനസ് 3 ഇൻറ്റു 1 3 പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു 2 4 മൈനസ് 4 ഇൻറ്റു 3 12. ഓക്കെ, അടുത്ത് 1 ഇൻറ്റു 20 മൈനസ് 2 80 പ്ലസ് മൈനസ് 2 ഇൻറ്റു 10 മൈനസ് 3 7 പ്ലസ് 3 ഇൻറ്റു 4 മൈനസ് 12 മൈനസ് 8. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 1 ഇൻറ്റു 18 18 മൈനസ് 2 ഇൻറ്റു 7 മൈനസ് 14 മൈനസ് 3 ഇൻറ്റു 8 മൈനസ് 24. 4 മൈനസ് 24 വരും. 4 മൈനസ് 24 വരുമ്പോൾ എന്ത് വരും? മൈനസ് 28. മൈനസ് 20 വരും. മൈനസ് 20 വരും. അതായത് ഇവിടെ 18 മൈനസ് 14 4 മൈനസ് 24 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വലുതെന്ന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം അല്ലെ? അപ്പൊ 24 4 കുറച്ച 20. അപ്പൊ മൈനസ് 20 കിട്ടും. ഓക്കെ, അപ്പൊ കിട്ടിയോ? എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണാന്ന് മനസ്സിലായോ? അപ്പൊ ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു കോഡ് മനസ്സിലാക്കി വെച്ചാൽ ക്രോസ് കരോ സബ്സ്ട്രാക്ട് കരോ, അതായത് നമുക്ക് തന്ന 4 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. അവരെ കൂടുതൽ എലമെന്റ്സിനെ ക്രോസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാം. ഇനി ഡിറ്റർമിനന്റ് 3 ആണ് വന്നല്ലോ വെച്ചാൽ നമ്മൾ ഒരു എലമെന്റിന് എടുക്കുമ്പോൾ ആ എലമെന്റിൽ ഫസ്റ്റ് റോ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് റോന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? ആദ്യത്തെ എലമെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് ഉൾപ്പെട്ടിട്ടുള്ള റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ളവരെ ഒരു ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ് എലമെന്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു -1 കൂടെ ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അതുള്ള റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുക. അടുത്ത എലമെന്റ് അതിന്റെ അതേപോലെ ചെയ്താൽ മതി. ഓക്കെ, ഡിറ്റർമിനൻസ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ടോപ്പിക് ആണ് മൈനർ ആൻഡ് കോഫാക്ടേഴ്സ്. മൈനർ ആൻഡ് കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഡിറ്റർമിനന്റ് A 163524570 ഇതിന്റെ മൈനർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈനർ കാണാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും മൈനർ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ 9 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കും? 9 മൈനേഴ്സ് ആണ് ഉണ്ടാവുക. മൈനേഴ്സിനെ നമ്മൾ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ ഉണ്ടായിരിക്കും. അതേപോലെ സെക്കൻഡ് എലമെന്റ്, അതായത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ്,
തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ്, ആൻഡ് ഫൈനലി തേർഡ് റോയിലെ തേർഡ് എലമെന്റ്. ഇത്രയും മൈനേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം, ഇത്രയും മൈനേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ മൈനേഴ്സ് കാണാൻ എന്താ വെച്ചാല് നമ്മൾ ഏത് എലമെന്റിനാണോ മൈനർ കാണുന്നത് അതുള്ള റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ. ഇപ്പൊ M11 എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം 1ന്റെ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുള്ള റോയും കോളും ഒഴിവാക്കുക. അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാളുള്ളത്? 2 8 ഉം 2 4 0 8 ആണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് കാണാം? 2 into 8 മൈനസ് 0 into 4 ചെയ്യുമ്പോൾ 2 into 8 എത്രയാണ്? 16 മൈനസ് 0 ആണ്. അപ്പൊ 16 കിട്ടും. ഓക്കെ, ഇനി അടുത്ത M12 ആകുമ്പോ 6 ആണ്. അപ്പൊ 6 ആകുമ്പോൾ അതുള്ള റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? 5 ഉം 8 ഉം 5 ഉം 4 ഉം 7 ഉം 8 ഉം. അപ്പൊ 5 into 8 40 മൈനസ് 7 into 4 28. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഓക്കെ, 12 കിട്ടി. ഇനി അടുത്ത M13 ആകുമ്പോഴോ 3 ആണ് അല്ലെ. ഈ 3ന്റെ റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 5 into 0 മൈനസ് 2 into 7. 5 into 0 5 മൈനസ് 2 into 7 14 മൈനസ് 5 വരുമ്പോ എത്ര വരും? മൈനസ് 9 വരും. എത്ര വരും? മൈനസ് 9 വരും. ഇനി അതേപോലെ M21 വരുമ്പോ ആരാണ്? 5 ആണ് അല്ലെ. ഈ 5 ഉള്ള റോയും കോളും ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഇതാണ് ഒഴിവാക്കേണ്ടത്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാളത്? 6 48 മൈനസ് 3 into 0 3 into 0 എത്രയാണ്? 0. അപ്പൊ 48 കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ 5ന്റെ. ഇനി 2ന്റെ വരുമ്പോഴോ 2 വരുമ്പോ ഇതാണ് 2. ഇത് വരുമ്പോ M22 വരുമ്പോ ഇതാണ്. അപ്പൊ അതുള്ള റോ എന്ന് പറയുന്നത് ഇത്, കോളം എന്ന് പറയുന്നത് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാളത്? ഇതും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാളത്? 1 into 8 ഉം 7 into 3. 1 into 8 8 7 into 3 21. അപ്പൊ മൈനസ് 21. അപ്പൊ 8 മൈനസ് 21 എന്ന് പറയുമ്പോ എത്രയാണ്? 8 മൈനസ് 21 എന്ന് പറയുമ്പോ 3 30. ഓക്കെ, ഇനി അടുത്തത് വരുമ്പോ 4 ആണ് അല്ലെ. M23 എന്ന് പറയുമ്പോ 4 ആണ്. അപ്പൊ 4 ഉള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവും? 1 into 0 0 മൈനസ് 6 into 7 42. അപ്പൊ എത്ര കിട്ടി? മൈനസ് 42 കിട്ടി. ഓക്കെ, ഇനി അതേപോലെ M31 എന്ന് പറയുമ്പോ 7 ആണ്. അപ്പൊ അതുള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാല് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? 6 into 4 24 മൈനസ് 3 into 2 6. 24 മൈനസ് 6 വരുമ്പോ എത്ര വരും? 18 വരും. ഓക്കെ, ഇനി അടുത്തത് M32 എന്ന് പറയുമ്പോൾ 0 ആണ് വരുന്നത്. അപ്പൊ അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 1 into 4 4 5 into 3 15 4 മൈനസ് 15 വരും. എത്ര വരും? മൈനസ് 9 വരും. M33 ലാസ്റ്റ് 1. അപ്പൊ ഈ റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആര് വരും? 2 മൈനസ് 6 into 5 30. 2 മൈനസ് 30 വരുമ്പോ മൈനസ് 28. അപ്പൊ ഇതാണ് ഇവിടുത്തെ മൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൈനേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. മൈനേഴ്സ് എങ്ങനെയാണ്? നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും മൈനേഴ്സ് ഉണ്ടായിരിക്കും. ആ മൈനേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ഏതാണോ നമ്മൾ ഏതിന്റെ ആണോ കണ്ടുപിടിക്കുന്നത് അതുള്ള റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കിനെ എന്ത് ചെയ്യുക? ക്രോസ് കരോ സബ്സ്ട്രാക്ട് കരോ ചെയ്താൽ. ഓക്കെ, അപ്പൊ ചെയ്തു. ഈ കോ ഫാക്ടർ കാണാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇക്വേഷൻ കോ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു -1 i plus j m ij ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോ ഫാക്ടറിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പക്ഷെ ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പക്ഷെ നമുക്ക് ഇക്വേഷൻ ഇല്ലാണ്ട് ഒരു എളുപ്പ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കോ ഫാക്ടർ കാണാന്നുള്ളത്. ഇതില് നമ്മൾ ഇവരുണ്ടല്ലോ, ഈ താഴെയുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ ആഡ് ചെയ്ത് വെക്കുക. ഇപ്പൊ 1 + 1 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2 ആണ് കിട്ടുക. 1 + 2 ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുക. 1 + 3 ചെയ്യുമ്പോൾ 4 ആണ് കിട്ടുക. 2 + 1 ചെയ്യുമ്പോൾ 3 കിട്ടും. 2 + 2 ചെയ്യുമ്പോൾ 4, 2 + 3 ചെയ്യുമ്പോൾ 5, 3 + 1 ചെയ്യുമ്പോൾ 4, 3 + 2 5, 3 + 3 6. ഇതില് ഓഡ് നമ്പർ ഈവൻ നമ്പേഴ്സിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കുക. അപ്പൊ ആദ്യത്തെ ഈവൻ നമ്പർ ആണ്. മൂന്നാമത്തത് ഈവൻ നമ്പർ ആണ്. M13 ഈവൻ നമ്പർ ആണ്. പിന്നെ M22, M31 ആൻഡ് M33. ഇത്രയാണ് ഈവൻ നമ്പേഴ്സ് വരുന്നത്. ഇനി അവരിന് എന്ത് ചെയ്യുക? ആ ഒരു എത്രയാണോ നമ്മുടെ M11 വരുന്നത് അത് തന്നെയായിരിക്കും കോ ഫാക്ടർ വരുന്നത്. ഓക്കെ, അതായത്
നമുക്ക് കോഫാക്ടർ എത്ര എണ്ണം വരും? കോഫാക്ടർ എത്ര എണ്ണം വരും? കോഫാക്ടർ നമുക്ക് മൊത്തത്തില് 9 എണ്ണം വരും. അതായത് C11, C12, C13, C21, C22, C23, C31, C32, C33 ഇത്രയും വരും. ഓക്കെ. അപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവൻ നമ്പേഴ്സിന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇവൻ നമ്പേഴ്സ് നോക്കാം. ഇപ്പൊ M11 എന്ന് പറയുന്നത് ഇവൻ നമ്പർ ആണ്. അത് എത്ര കിട്ടിയിട്ടുള്ളത്? 16 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ C11 ആ ഇവൻ നമ്പേഴ്സിന്റെ ഒക്കെ മൈനർ എന്താണോ അത് അങ്ങനെ എഴുതിയെടുക്കുക. അപ്പൊ M11 ഇവൻ നമ്പർ ആയ കാരണം നമ്മൾ 16, M11 എന്ന് പറയുന്നത് വണ്ണും ആഡ് ചെയ്തതാണ് 2. ആ സംഖ്യകൾ ആഡ് ചെയ്തിട്ടാണോ ഓടാണോ ഇവനാണോ എന്ന് തീരുമാനിക്കട്ടെ. പിന്നെ ഏതാണ് ഇവ വരുന്നത്? M13 ഇത്ര വരുന്നത് -9 ആണ് വരുന്നത്. അപ്പൊ അത് -9 ഇട്ട് കൊടുക്കുക. അടുത്തത് ഏതാ വരുന്നത്? M22 എത്ര വരുന്നത്? 4. അതായത് C22 എന്താണ് വരിക? M22 എത്രയാണ് വരുന്നത്? 13. അതായത് C22 എത്ര വരിക? 13 ആണ് വരിക. ഇനി ഏതാ? ഇനി M31 18 ആണ് വരുന്നത്. അപ്പൊ C31 18. ഇനി M33 ആണ് വരുന്നത്. M33 -28 ആണ് വരുന്നത്. അപ്പൊ അതിന് അങ്ങനെ എഴുതാം. ഇനി ബാക്കിയുള്ളത് ഓഡ് നമ്പേഴ്സ് ആണ്. അതിന്റെ മൈനേഴ്സ് എത്രയാണോ അതിന്റെ നെഗറ്റീവ് എഴുതുക. അതായത് മൈനർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും കോഫാക്ടർ. ഇനി മൈനർ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആയിരിക്കും കോഫാക്ടർ. ഓക്കെ. ഇപ്പൊ C12 12 ആണ്. അപ്പൊ ഈ കോഫാക്ടർ എഴുതുന്ന സമയത്ത് അത് എന്താ എഴുതാം? -12 എന്ന് എഴുതാം. -12 എന്ന് എഴുതാം. ഇനി അടുത്തത് M21 വരുന്നത് 48 ആണ്. അപ്പൊ -48 എന്ന് എഴുതാം. ഓക്കെ. ഇനി C23 M23 എന്ന് പറയാൻ -42 ആണ്. അപ്പൊ C23 ആകുമ്പോൾ അത് എന്തായി? 42 ആയി. ഇനി C32 എന്ന് പറയുന്നത് M32 -9 ആണ്. അപ്പൊ C32 വരുമ്പോൾ അത് എന്താക്കി എഴുതാം? വെറും 9 ആക്കി എഴുതാം. ഓക്കെ. സോറി. അപ്പൊ മൈനർ എന്താ കോഫാക്ടർ എന്താന്ന് മനസ്സിലായല്ലോ. മൈനർ കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? മൈനർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും മൈനറും അത്രയും കോഫാക്ടറും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ മൈനർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനർ കാണാൻ വേണ്ടിയിട്ട് ഏത് സംഖ്യയുടെയാണോ മൈനർ കാണുന്നത് അതുള്ള റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി മൈനർ കാണാൻ വേണ്ടി. കോഫാക്ടർ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതിനെക്കാട്ടി എളുപ്പവഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനറിന്റെ അടിയിലുള്ള നമ്പേഴ്സ് റോന്റെയും കോളത്തിന്റെയും എണ്ണം നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് ഈവൻ ആണോ ഓഡ് ആണോ ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇരട്ട സംഖ്യകളെ മാർക്ക് ചെയ്യാം. കോഫാക്ടർ ഇരട്ട സംഖ്യകളുടെ മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ എന്താണ് ഒറ്റ സംഖ്യകളായിരിക്കുമ്പോൾ ആ ഒരു മൈനറിന്റെ അടിയിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യയുടെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോഫാക്ടർ കാണുമ്പോൾ എന്ത് ചെയ്യുക? മൈനർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എഴുതുക, നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് എഴുതും. അത്രയേ ഉള്ളൂ മൈനറും കോഫാക്ടേഴ്സും. മനസ്സിലായോ? നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഡിറ്റർമിനന്റും ഒന്ന് മൈനറും കോഫാക്ടറും. അതിൽ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓർഡർ 2 ആണെച്ചെങ്കിൽ 4 എലമെന്റ്സേ ഉള്ളൂ വെച്ചാൽ ക്രോസ് കറോ സബ്സ്ട്രാക്ട് കറോ ചെയ്താൽ മതി. ഓർഡർ 3 ആണെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റോവിന്റെ എലമെന്റിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു എലമെന്റ് എടുക്കുമ്പോൾ അതിന്റെ റോയും കോളും ഒഴിവാക്കി ബാക്കി ഇതിന്റെ ഡിറ്റർമിനന്റ് കിട്ടുക. ആ ഒരു ഇക്വേഷൻ A11 ഇൻറ്റു ഡിറ്റർമിനന്റ് പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ എന്ത് ചെയ്യുക? -1 ആഡ് ചെയ്യുക. അത്രയും നമ്മൾ ഡിഫറൻസ് വന്നു. ഇനി മൈനറും കോഫാക്ടറും ആണ് പറയുന്നത്. എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും മൈനറും അത്രയും കോഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. മൈനർ കാണാൻ നമ്മൾ ഏത് എലമെന്റിനെയാണോ മൈനർ എടുക്കുന്നത് അതിന്റെ എന്ത് ചെയ്താൽ മതി? അതുള്ള റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. കോഫാക്ടർ കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം മൈനറിന്റെ അടിയിലുള്ള നമ്പേഴ്സ് റോയും കോളത്തിന്റെയും എണ്ണം ഉണ്ടാവുമല്ലോ മൈനറിന്റെ അടിയിൽ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്ത് ചെയ്യുക? ആഡ് ചെയ്തോട്ട് അതിന്റെ ഇവൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇവൻ നമ്പേഴ്സ് കിട്ടുന്നത് മാർക്ക് ചെയ്യുക, ഓഡ് നമ്പേഴ്സ് കിട്ടുന്നത് അവിടെ തന്നെ വെക്കാം. എന്നിട്ട് കോഫാക്ടർ എഴുതുന്ന സമയത്ത് ഈ ഇവൻ നമ്പേഴ്സ് വന്നത് അതേപോലെ എഴുതി വെക്കുക. ഓഡ് നമ്പേഴ്സ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പോസിറ്റീവ് ഉള്ളത് മാറ്റി നെഗറ്റീവ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ. നമുക്കൊരു 2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എലിമെന്ററി ഓപ്പറേഷൻ വെച്ച് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഒരു തന്നിക്കാണ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 1 1 1 1 A B C 1 B C A 1 C A B. അതിനെ നമ്മൾ എന്താക്കി ഈക്വൽ ആണെന്ന് പറയണം? A - B ഇൻറ്റു B - C ഇൻറ്റു C - A ആണെന്ന് തെളിയിക്കുക. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇവിടെ എലിമെന്ററി ഓപ്പറേഷൻ ചെയ്യാണ്. അതായത് R1നെ നമ്മൾ ചേഞ്ച് ചെയ്ത് R1 - R3 ആക്കുകയാണ്. R1നെ R1 - R3 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? R1 ഇവരാണ് അല്ലെ, ഇതാണ് R3 എന്ന് പറയുന്നത്. അപ്പൊ R1 - R3 എന്ന് പറഞ്ഞാൽ 1 - 1 എന്തായി? 0 ആയി. പിന്നെ ഇതാ
എ മൈനസ് സി പിന്നെ ബി സി മൈനസ് എ ബി അതാക്കി. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് R2 എന്ന് പറയുന്നത് R2 മൈനസ് R3 ആക്കി. ഇതാണ് നമ്മുടെ R2 എന്ന് പറയുന്നത്. അതിനെന്താക്കുക R2 മൈനസ് R3 ആക്കാണ്. ഇതിനെ കൊണ്ട് ഇത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 1 മൈനസ് 1 0 ബി മൈനസ് സി പിന്നെ സി എ മൈനസ് എ ബി. R3 നമ്മൾ അങ്ങനെ എഴുതി. ആ എലിമെന്ററി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് നമ്മൾ കോമൺ ആയിട്ടുള്ളവരെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിൽ നിന്ന് നമുക്ക് ബി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സി മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെ എനെ പുറത്തേക്ക് എടുത്ത് നമുക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റും, സി മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ പുറത്തേക്ക് എടുത്തു. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു എ മൈനസ് സി ഉണ്ട്, ഇവിടെയും ഒരു സി മൈനസ് സി ഉണ്ട്, ഇവിടെ ഒരു ബി മൈനസ് സി ഉണ്ട്, ഇവിടെ ഒരു സി മൈനസ് ബി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ എ മൈനസ് സിനെ ഈ ഫസ്റ്റ് റോ നമുക്ക് പുറത്തേക്ക് എടുത്തൂടെ. ആ ഫസ്റ്റ് റോന്ന് എ മൈനസ് സി പുറത്തേക്ക് എടുത്ത ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവും, ബാക്കി 0യും 1ഉം. നമ്മൾ എ മൈനസ് സിനെയാണ് പുറത്തേക്ക് എടുത്തത്. അപ്പൊ ഇവിടെ എന്തായിരുന്നു, സി മൈനസ് എ ആയി, കാരണം അതെന്തായി മൈനസ് ബി ആയിട്ട് മാറി. അതേപോലെ ഇവിടുന്ന് നമ്മൾ ബി മൈനസ് സീനെ പുറത്തേക്ക് എടുത്തപ്പോൾ 0 1, ഇവിടെ സി മൈനസ് ബി ആണ്. നമ്മൾ പുറത്തേക്ക് എടുത്തത് ആരെയാണ്, ബി മൈനസ് സീനെ ആയ കാരണം നമ്മൾ ഇവിടെ എന്തായി മൈനസ് സി ആയി. മറ്റുള്ള കോളം അതേപോലെ നിന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാണ്. അതായത് 0 ഇൻറ്റു എന്ത് ചെയ്യും, എ ബി മൈനസ് എ സി എന്ന് പറയുമ്പോൾ എ ബി പ്ലസ് എ സി. അങ്ങനെ നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടോക്കാം നമുക്ക് വേണമെങ്കിൽ. 0 1 മൈനസ് ബി 0 1 മൈനസ് എ 1 സി എ ബി. കാണുമ്പോ എങ്ങനെയാണ്, 0 ഇൻറ്റു എ ബി 1 ഇൻറ്റു എ ബി മൈനസ് മൈനസ് എ സി ആണ് പ്ലസ് എ സി പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു ഇതെടുക്കുമ്പോ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 0 ഇൻറ്റു എ ബി 0 മൈനസ് എ പ്ലസ് മൈനസ് ബി ഇൻറ്റു ഇതും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ, 0 ഇൻറ്റു സി 0 മൈനസ് 1 ഇൻറ്റു 1 1. ഓക്കെ, അപ്പൊ 0 ഇൻറ്റു എ ബി പ്ലസ് എ സി 0 ആണ്, പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു മൈനസ് എ വരുമ്പോ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു മൈനസ് 1 പ്ലസ് ബി. അപ്പൊ എന്ത് കിട്ടി, നമുക്ക് എന്ത് കിട്ടി അവിടെ, മൈനസ് ബി ഇൻറ്റു മൈനസ് 1 ബി കിട്ടി. ഇവിടെ 0 ഇൻറ്റു ഇവിടെ നമ്മൾ എന്താ ചെയ്ത, ആരെ പുറത്തേക്ക് എടുത്ത, 1നെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ഉണ്ടാവുക 0 ഇൻറ്റു എ ബി. സോറി, ഇവിടെ ഒരു തെറ്റുണ്ട്. 0 ഇൻറ്റു എ ബി 0 ആണ്, മൈനസ് എ ആണ്. അപ്പൊ അത് പ്ലസ് എ ആയിരിക്കും. അപ്പൊ ഇത് എന്തായി മാറി, ഇത് മൈനസ് ആയിരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, ബി മൈനസ് എ എന്നാക്കി എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, എ മൈനസ് സിയും ബി മൈനസ് സി ഉണ്ട്. അതിന്റെ കൂടെ ആരും കൂടി വന്നു, ബി മൈനസ് എയും കൂടി വന്നു. അതല്ലേ നമുക്ക് വേണ്ടത്, എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത്, നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തു, എലിമെന്ററി ഓപ്പറേഷൻ നടത്തിയിട്ട് അതിന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു. ഓക്കെ, ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതും അതേപോലെ തന്നെയാണ് ചെയ്തത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എലിമെന്ററി ഓപ്പറേഷൻ ചെയ്യാണ്. R1നെ എന്താക്കി മാറ്റി, R1 മൈനസ് R2 പ്ലസ് R3. ഇതാണ് R1, ഇത് R2, ഇത് R3 ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, R2 പ്ലസ് R3 ചെയ്യണം. ബി പ്ലസ് സി ചെയ്തു, ബിയും സിയും കിട്ടിയ ബി പ്ലസ് സി മൈനസ് ബി പ്ലസ് സി മൈനസ് ബി പ്ലസ് സി ചെയ്ത് അതെന്ത് കിട്ടി, 0 കിട്ടി. എന്നിട്ട് സി പ്ലസ് എ പ്ലസ് സി എന്ന് പറയുമ്പോൾ 2C പ്ലസ് എ ആണ്. അപ്പൊ എ മൈനസ് 2C പ്ലസ് എ എന്ന് പറയുമ്പോൾ അവിടെ ആര് മാത്രം ബാക്കിയായി, മൈനസ് 2A ആയി. അതേപോലെ അടുത്ത ചെയ്യുമ്പോൾ മൈനസ് 2B. R1 R2നും R3ക്കും വ്യത്യാസമൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, R1നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്, ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 0നെ നിർത്തി, എന്നിട്ട് ബാക്കി സി പ്ലസ് എ ഇൻറ്റു എ പ്ലസ് ബി ബി മൈനസ് സി ബി ഇൻറ്റു സി അത് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഡിറ്റർമിനന്റ് കണ്ടപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി, 4BC ചെയ്തു, 4ABC കിട്ടി. ഇത് കുറെ ക്വസ്റ്റ്യൻ എക്സാമിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ട് ക്വസ്റ്റ്യനും. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായി പഠിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഡിറ്റർമിനന്റിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 3 അപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന് എത്ര വെർട്ടെക്സ് ഉണ്ടാവാം, ഒരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന് എത്ര വെർട്ടെക്സ് ഉണ്ടാവും, 3 വെർട്ടെക്സ് ഉണ്ടാവും അല്ലെ. ഈ 3 വെർട്ടെക്സിന് നമുക്ക് തരുന്നത് ഏത് രീതിയിലായിരിക്കും, x1, y1, അതേപോലെ x2, y2, അതേപോലെ x3, y3. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തരാം. അപ്പൊ ഇങ്ങനെ നമുക്ക് 3 വേർട്ടെക്സ് തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹാഫ് ഇൻറ്റു
എന്ന് പറഞ്ഞിട്ട് ഹാഫ് ഇൻറ്റു എന്ന് എഴുതാം. എന്നിട്ട് ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് കാണാൻ നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഫസ്റ്റ് കോർഡിനേറ്റ് x1 y1 എഴുതാം. പിന്നെ x2 ഇത് x2 അല്ല x2 y2 ആണ്. x2 y2 y x2 y2 x3 y3. അതായത് ഇവിടെ ഞാൻ ഒന്നുകൂടി എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1. നമുക്ക് അതായത് മൂന്നാമത്തെ കോർഡിനേറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് സ്ക്വയർ മെട്രിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനലി 1 1 1 ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യുക, ഫസ്റ്റ് കോർഡിനേറ്റിന് ഫസ്റ്റ് എഴുതാം, പിന്നെ സെക്കൻഡ് എഴുതാം, പിന്നെ തേർഡ് എഴുതാം. അത്ര ചെയ്താം. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC. Sorry. ABC, triangle ABC 3 8 4 2 5 -1 ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ x1 y1 എന്ന് പറയുന്നത് ആരാണ്? x1 y1 എന്ന് പറയുന്നത് 3 8 ആണ്. ഇനി x2 y2 എന്ന് പറയുന്നത് ആരാണ്? x2 y2 എന്ന് പറയുന്നത് 4 3 ആണ്. 4 3 ആണ്. 4 2 ആണ്. സോറി 4 2 ആണ്. പിന്നെ നമുക്ക് x3 y3 എന്ന് പറയുന്നത് നമുക്ക് 5 -1 ആണ്. അപ്പോൾ 3 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 3 കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നേരത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ x1 y1 3 8 ആണ്. x2 y2 എന്ന് പറയുന്നത് -4 2 ആണ്. x3 y3 എന്ന് പറയുന്നത് 5 -1 ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇവരെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി അല്ലെ. അപ്പൊ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്താ പറഞ്ഞുള്ളത്, ആദ്യം x1നെയും y1നെയും എഴുതാം, പിന്നെ x2നെയും y2നെയും എഴുതാം, പിന്നെ x3നെയും y3നെയും എഴുതാം. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. ഇവരെ ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാലോ. ആദ്യം നമ്മൾ 3 എടുത്തു. 3 എടുക്കുമ്പോൾ ആരാ ബാക്കി ഉണ്ടാവുക? 2 × 1 2 -1 × 1 എത്രയാണ്? -1 × 1 -1 ആണ്. പ്ലസ് -1 × അടുത്ത ആരെടുത്തു? നമ്മൾ 8 എടുത്തു. 8 എടുക്കുമ്പോൾ ആരാണ്? 8 എടുക്കുമ്പോൾ ഈ റോയും ഈ കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ? -4 × 1 -4 × 1 എന്ന് പറഞ്ഞാൽ -4 ആണ്. -5 × 1 എന്ന് പറയുന്നത് 5 ആണ്. പ്ലസ് 1 × ഇതാണ്. ഇത് ഒഴിവാക്കുമ്പോൾ ബാക്കി എന്താ? -4 × -1 4 ആണ്. -2 × 5 10 ആണ്. ഓക്കെ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 3 × 2 -1 എന്ന് പറയുമ്പോൾ 3 2 + 1 3 -8 × -4 -5 എന്ന് പറയുമ്പോൾ -9 പ്ലസ് 1 × 4 -10 എന്ന് പറയുമ്പോൾ 1 × -6 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 3 × 3 9 -8 × -9 എന്ന് പറയുമ്പോൾ -8 × -9 എന്ന് പറയുമ്പോൾ എത്രയാണ്? +72 -6 ആണ്. അപ്പോൾ 9 - 6 3 ആണ്. 72 + 3 75. എത്ര നമുക്ക് കിട്ടുക? 75 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയെന്ന് മനസ്സിലായാലും 3 കോർഡിനേറ്റ്സ് എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനി ഇതിനെന്ത് ചെയ്യണം? × 1/2. ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ചെയ്യണം അല്ലെ. സോറി, ഹാഫ് ചെയ്യണം. അപ്പൊ ഹാഫ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു നമുക്ക് കിട്ടിയ ഡിറ്റർമിനന്റ് എത്രയാണ്? 75 ആണ്. അപ്പൊ എന്ത് കിട്ടും? 75/2 ആണ് നമ്മൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ 1/2 ഇൻറ്റു ഡിറ്റർമിനന്റ് ഇട്ടിട്ട് ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ്, ബാക്കിയുള്ളത് 1 ഇടാം. എന്നിട്ട് ആ ഡിറ്റർമിനന്റ് കണ്ടിട്ട് അതിനോട് എന്ത് ചെയ്താൽ മതി? 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഓഫ് ജോമെട്രിയിൽ നമ്മൾ പഠിച്ചുള്ളതാണ് ഈ ഇക്വേഷൻ. ഓക്കെ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ കണ്ടീഷൻ ഓഫ് കൊലീനിയറിറ്റി ഓഫ് 3 പോയിന്റ്സ്. 3 പോയിന്റ്സും കൊലീനിയർ. എന്താ കൊലീനിയറിറ്റി എന്ന് പറഞ്ഞാൽ? കൊലീനിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ 3 പോയിന്റ്സും ഒരേ ലൈനിലാണ് എന്ന് തെളിയിക്കുന്നതിനെയാണ് നമ്മൾ കൊലീനിയർ എന്ന് പറയുന്നത്.
അപ്പൊ കൊലീനിയർ ആവണമെങ്കിൽ എന്താവണം, അവിടുത്തെ ഏരിയ 0 ആയിരിക്കണം. അതൊരു ട്രയാങ്കിൾ ആയിരിക്കില്ല. ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്, ട്രയാങ്കിളിന്റെ ഏരിയ എന്നറിയാൻ നമുക്ക് 1/2 ഇൻറ്റു ഡിറ്റർമിനന്റ് ആണ് അല്ലെ. ഡിറ്റർമിനന്റ് കാണലാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇത് ഈക്വൽ ടു 0 ആണ്. ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ ആവശ്യമുണ്ടോ, 1/2ന്റെ ആവശ്യമുണ്ടോ? ഇതല്ലെങ്കിൽ ഇത് 0 ആയിരിക്കാം. അപ്പൊ 1/2 എന്തായാലും 0 ആവില്ല. അപ്പൊ ഏതായിരിക്കും 0 ആയിട്ടുണ്ടാവുക, ഈ ഡിറ്റർമിനന്റ് ആണ് 0 ആയിട്ടുണ്ടാവുക. അപ്പൊ കൊലീനിയർ ആവണമെങ്കിൽ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ 3 പോയിന്റ്സിന് നമ്മൾ എന്തായിട്ട് എഴുതാം ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ അത് 0 ആണ് വെച്ചെങ്കിൽ അവർ കൊലീനിയർ ആണെന്നാണ് അർത്ഥം. എക്സാമ്പിളിലൂടെ ചെയ്യാം. നമുക്ക് ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതായത് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ x1/1 ആണ്. x1/1 എന്ന് പറയുന്നത് ഇവിടുത്തെ 5ഉം 5ഉം ആണ്. ഇനി b എന്ന് പറയുന്നത് x2/2 അത് -5ഉം 1ഉം ആണ്. c എന്ന് പറയുന്നത് x3/3 ആണ്. അതായത് നമ്മുടെ എന്തായിരിക്കും 10ഉം 7ഉം ആയിരിക്കും. ഓക്കെ, ഇനി കൊലീനിയർ ആണോ എന്ന് കാണാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെന്ന് തെളിയിക്കണം. അതായത് ഡിറ്റർമിനന്റ് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ബാക്കിയുള്ളവർക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ 0 ആണ് വെച്ചെങ്കിൽ ഇവർ കൊലീനിയർ ആണെന്നാണ് അർത്ഥം. കണ്ടുനോക്കാം. 5 ഇൻറ്റു 1 - 7 പ്ലസ് -5 ഇൻറ്റു -1 ഇൻറ്റു 5 നേരെ ചെയ്താ കേട്ടോ. അപ്പൊ -5 ഇൻറ്റു 1 -5 -10 പ്ലസ് 1 ഇൻറ്റു -5 ഇൻറ്റു 7 -35 -10. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാല് 5 ഇൻറ്റു 1 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 പ്ലസ് -5 ഇൻറ്റു -5 -10 എന്ന് പറഞ്ഞാൽ -15 പ്ലസ് 1 -35 -10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -45. ഓക്കെ, 1 ഇൻറ്റു -45. അപ്പൊ 5 ഇൻറ്റു -6 -30 പ്ലസ് -5 ഇൻറ്റു 15 75 -45 -30 -45 എന്ത് കിട്ടും നമുക്ക്, -75 കിട്ടും. ഓൾറെഡി ഒരു +75 ഉണ്ട്, ഈക്വൽ ടു 0 കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഇവര് 3 പോയിന്റ്സും കൊലീനിയർ ആണ്. അപ്പൊ ട്രയാങ്കിൾ ട്രയാങ്കിൾ ഓഫ് ഏരിയയുടെ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, 1/2 ഇൻറ്റു ആ 3 പോയിന്റ്സും ഉള്ളിൽ എഴുതി ബാക്കിയുള്ളവർക്ക് 1 എഴുതി ഡിറ്റർമിനന്റ് കാണാം. ആ ഡിറ്റർമിനന്റ് 3 പോയിന്റ്സ് എഴുതി ഡിറ്റർമിനന്റ് കണ്ടിട്ട് ഈക്വൽ ടു 0 ആണ് വെച്ചെങ്കിൽ അത് കൊലീനിയർ ആണ്. ലാസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഗിവൺ 2 പോയിന്റ്സ്. 2 പോയിന്റ്സ് തരും നമുക്ക്, എന്നിട്ട് ആ ഒരു ലൈനിന്റെ എന്ത് കാണണം, ഇക്വേഷൻ കാണാം. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെയും ഡിറ്റർമിനന്റ് തന്നെ കാണുന്നത്, പക്ഷെ നമുക്ക് 2 പോയിന്റ്സേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ്സ് നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, x1 y1 തന്നിട്ടുണ്ട്, 1ഉം 2 ആണ് തന്നിട്ടുണ്ട്. x2 y2 ആയിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് 3 6 ആണ് ചെയ്ത്. ഇക്വേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ആദ്യത്തെ പോയിന്റ്സ് നമ്മൾ എക്സും വൈയും കൊടുക്കുക. പിന്നെ നമുക്കറിയാം ഇവിടെ 1 1 ആണെന്ന് അറിയാം. ഈ ബാക്കിയുള്ളവർക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് എഴുതാം, 1 2 3 6. ഇനി എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു 0 കൊടുക്കാം. ഇതിന്റെ ഡിറ്റർമിനൻസ് കണ്ടാൽ മതി. ഇതിന്റെ ഡിറ്റർമിനൻസ് കാണുമ്പോൾ എന്ത് ചെയ്യും, എക്സിനെ നിർത്തി ബാക്കി ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 -6 ഇൻറ്റു 1 6 പ്ലസ് -y ഇൻറ്റു 1 ഇൻറ്റു 1 1 -3 ഇൻറ്റു 1 3 പ്ലസ് 1 ഇൻറ്റു 6 6 -3 ഇൻറ്റു 6 ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഇൻറ്റു 2 - 6 എന്ന് പറയുമ്പോൾ -4 -y ഇൻറ്റു 1 - 3 എന്ന് പറയുമ്പോൾ -2 പ്ലസ് 1 ഇൻറ്റു 6 -6 എന്ന് പറയുമ്പോൾ 0 ഈക്വൽ ടു 0. അത് ചെയ്യുമ്പോൾ -4x പ്ലസ് 2y ഈക്വൽ ടു 0. ഒന്നും കൂടി ഭംഗിയാക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4x - 2y ഈക്വൽ ടു 0 എന്നായിട്ട്. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ 3 എണ്ണാണ് പറയുന്നത്. ഒന്ന് ട്രയാങ്കിളിന്റെ ഏരിയ ആണ് പറയുന്നത്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ എന്ത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു തന്നിരിക്കുന്ന പോയിന്റ്സിന്റെ ഡിറ്റർമിനൻസ്. ഇതിൽ 3ാമത്തെ പോയിന്റ്സ് ഉണ്ടാക്കില്ല, 3ാമത്തെ കോളം ഫ്രീ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് കൊടുക്കുക, 1 1 കൊടുക്കുക. ഇനി ആ തന്നിരിക്കുന്ന 3 പോയിന്റ്സിന് ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഇതേ രീതിക്ക് 1 1 കൊടുത്ത് ഡിറ്റർമിനന്റ് കണ്ട് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ അത് കൊലീനിയർ ആണ്. ഈ 2 പോയിന്റ്സിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത് വെച്ചെങ്കിൽ ആദ്യത്തെ പോയിന്റിന് നമ്മൾ
നമ്മൾ എന്ത് കൊടുക്കുക, XY കൊടുക്കുക, ഈ അറ്റത്തുള്ള കോളത്തിന് 1 1 കൊടുക്കുക, ബാക്കി X1 Y1 X2 Y2 കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് =0 കൊടുത്തു കഴിഞ്ഞാൽ ക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടുത്തെ ലൈനിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഒന്നും കൂടി പറയാം, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, നമ്മള് മെട്രിക്സുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയ ചാപ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞത് ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് കാണാനാണ്. ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, നമുക്ക് 4 എലമെന്റ്സ് തന്നിട്ടുണ്ട്, ക്രോസ് എലമെന്റ്സിന് തമ്മിൽ ക്രോസ് ചെയ്യുക, മൈനസ് ചെയ്യുക, അതാണ് ഓർഡർ 2ന്റെ. ഇനി ഓർഡർ 3 ആവുമ്പോൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, ഓരോ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന് ഫിക്സ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എലമെന്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എടുക്കുക, അതുള്ള റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയിട്ടുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കാണാം, പ്ലസ് -1 ഇൻറ്റു സെക്കൻഡ് എലമെന്റ് ഇൻറ്റു അതുള്ള റോയും കോളം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ബാക്കി എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് പ്ലസ് തേർഡ് എലമെന്റ് ഇൻറ്റു അത് ഒഴിവാക്കിയിട്ടുള്ള റോയും കോളത്തിന്റെയും ഡിറ്റർമിനന്റ്. ഓക്കെ, ഇനി മൈനേഴ്സും കോഫാക്ടേഴ്സും കാണാൻ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും മൈനറും അത്രയും കോഫാക്ടറും ഉണ്ടായിരിക്കും. അപ്പോൾ 9 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 9 മൈനറും 9 കോഫാക്ടറും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഏത് മൈനറിന്റെ ആണോ കാണുന്നത് അതുള്ള റോയും കോളും ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ മൈനർ കിട്ടും. ഇനി കോഫാക്ടർ കാണാൻ എന്ത് ചെയ്യുക, മൈനറിന്റെ അടിയിൽ നമ്മൾ റോന്റെയും കോളത്തിന്റെയും എണ്ണം എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ, അത് ആഡ് ചെയ്ത് കൊടുക്കാതെ, എന്നിട്ട് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും മനസ്സിലാവും അതിൽ ഈവൻ നമ്പേഴ്സിനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് കോഫാക്ടർ എഴുതുമ്പോൾ ഈവൻ നമ്പേഴ്സിലേക്ക് കോഫാക്ടർ സെയിം ആയിരിക്കും, മൈനറിന് സെയിം ആയിരിക്കും. ഈ ഓടാണെങ്കിൽ എന്ത് ചെയ്യുക, നെഗറ്റീവ് ആണ് മൈനർസിന് പോസിറ്റീവ് ആയിട്ട് എഴുതുക, കോഫാക്ടർ പോസിറ്റീവ് ആണ് മൈനർ എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എഴുതുക കോഫാക്ടർ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് 2 പ്രൂഫ് പറഞ്ഞു, അത് പഠിക്കുക. പിന്നെ പറഞ്ഞത് അപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആണ്, അതിൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനും അതേപോലെ തന്നെ പിന്നെന്താണ് കൊലീനിയറിറ്റി ഓഫ് 3 പോയിന്റ്സ് കാണാനും 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാനുമാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു മൊഡ്യൂളിൽ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ആവും. ഈ മെട്രിക്സും ഡിറ്റർമിനൻസും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ തേർഡ് ചാപ്റ്റർ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. എളുപ്പമുള്ള പാടാണ്, കുറെ മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. നല്ലോണം പഠിക്കുക, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലാണ്. താങ്ക് യു.